ജവാഹിറുൽ ബിഹാർ എന്ന കിതാബിലെ 4-ാം വാള്യം 102-ാം പേജിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി നാബൽസി റഹിമഹുല്ല പറയുന്നതായിട്ട് യൂസുഫ് നബഹാനി ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാർ മുബാറക് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. റുബമായ തഹറഖു, ചിലപ്പോൾ അത് അനങ്ങുമായിരുന്നു. വനഹ തത്തൂലു, അതിങ്ങനെ മാസം മാസം ഇങ്ങനെ നോക്കുമ്പോൾ നീളം കൂടിയതായി കാണുമായിരുന്നു. ചിലപ്പോൾ വയത്തവല്ലതു മിൻഹ ശുഅബുൻ ആഖർ, ഒന്നിൽ നിന്ന് തന്നെ മറ്റൊന്നുണ്ടായി കുഞ്ഞി വെക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് അള്ളാഹു നൽകിയ, അവിടുത്തെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയ ബർക്കത്താക്കപ്പെട്ട തിരുശേഷിപ്പുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേകതയാണെന്ന് അദ്ദേഹം എഴുതി വെക്കുന്നു. അതിൽ വലിയ അത്ഭുതമൊന്നും കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലെ ഒട്ടി നിന്നിരുന്ന സംഗതികൾക്കെല്ലാം അത് വലിയ സിറുകളുള്ള ജീവൻ ഉണ്ട്. അതാണ് നീളം വയ്ക്കുന്നതും അതുപോലെ വലുതാവുന്നതും എന്നൊക്കെ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് എന്ന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, ആയിരക്കണക്കിന് ശിഷ്യന്മാരുടെ ഉസ്താദ്, കാളിമാരുടെ കാളി, ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമീങ്ങളുടെയും അഭിമാനം, ലോക പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ പ്രമുഖൻ, ആ മഹാപണ്ഡിതന് തെറ്റില്ലല്ലോ. എവിടെന്നോ ഇറങ്ങിയ മീശയും താടിയില്ലാത്ത ആളുകൾ, കൊച്ചു പയ്യന്മാർ, ന്യൂജൻസ്, അവരൊക്കെ ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല, ഇത് ഞങ്ങൾക്ക് കൊള്ളത്തില്ല, നിങ്ങൾ കൊള്ളണ്ട, നിങ്ങളുടെ തടിക്കത് കൊള്ളാതിരുന്നാൽ മതി, കുരുത്തക്കേട്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നെങ്കിലും ഒന്ന് വിശ്വസിച്ച് വെക്കുക. ആരും അതിനെ എതിർക്കാൻ പോകാതിരിക്കുക. നിങ്ങൾക്കത് അത്ര കണ്ട് വിശ്വാസം ഇല്ല എങ്കിൽ അത് ഷാറുബാറക്കാണോ അല്ലേ എന്നൊക്കെ വിശ്വാസക്കേടാണല്ലോ എല്ലാവർക്കും. അല്ലാണ്ട് ഷാറുബാറക്കിന് ഇങ്ങനെയുള്ള മഹത്വം ഇല്ല എന്ന് പറയാൻ ഒരിക്കലും ആരും മുന്നോട്ട് വരരുത്. കാന്തപുരം ഉസ്താദിൻ്റെ കയ്യിലുള്ള ഷാർ മുബാറക്ക്, അത് ഉസ്താദിനെ അറിയുന്നവർ വിശ്വസിക്കും, അത് കാണാൻ പോകും, അത് മുക്കിയ വെള്ളം കുടിക്കും. അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം, അതും ചീത്ത പറയണ്ട. അതിനെ വിശ്വാസമില്ല, ഞങ്ങൾക്കത് വേണ്ട എന്ന നിലക്ക് നിങ്ങൾക്ക് മാറി നിൽക്കാം. അതേസമയം അത് ഷെയ്ഖിനെ വിശ്വസിക്കുന്ന ആളുകളോട് ഉസ്താദ് കണ്ട അത്ഭുതത്തെ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങളതിനെ എതിർക്കുമെന്ന് പറയുമ്പോൾ തടിക്ക് കുറച്ച് കേട് സംഭവിക്കും. അതായത് അതിൻ്റെ കുരുത്തക്കേട് സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മുഅ്ജിസത്താണ് അവിടുത്തെ ഷാർ മുബാറക്ക്. അബൂജഹലും കൂട്ടരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്ത് കുരുത്തക്കേട് വാങ്ങി ബദറിൽ ഈമാനില്ലാതെ ചത്തുപോയതുപോലെ അവസാന നിമിഷമെങ്ങാനും നമ്മുടെ ഈമാൻ ഊരിപ്പോകും. അതേക്കുറിച്ച് സംസാരിക്കുന്ന ശൈലി കാണുമ്പോൾ തന്നെ നിരീശ്വരവാദം തലക്ക് കയറിയോ എന്ന് തോന്നിപ്പോകും. ലിബറലിസത്തിൻ്റെ പുതിയ ലിബറലിസം ഉണ്ടല്ലോ, ലിബറൻ ചിന്താഗതി, അതിലേക്ക്